Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാം ആണ് നാളെ നടക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങള്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. 5th കഴിഞ്ഞാൽ ഉടനെ തന്നെ 6th ആരംഭിക്കും. പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് എന്നുള്ളത് നോക്കിക്കോളൂ. അതിനുശേഷം വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ് നോക്കണം. റിപ്പീറ്റ് ആണ്. വെൽത്ത് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് അതൊക്കെ നോക്കേണ്ടതാണ്. Then next, fundamental principle of finance. എന്തൊക്കെ ബേസിക് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ഏരിയയിലുള്ളതാണ് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻ, പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ. അപ്പോൾ അത് നോക്കി വെച്ചോളൂ. ഫ്യൂച്ചർ വാല്യൂ, പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ പ്രോബ്ലം, അത് തിയറിക്കും നോക്കാം. ദെൻ നെക്സ്റ്റ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്. റിപ്പീറ്റ് ആണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് മിക്ക പേപ്പറിലും വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് റിപ്പീറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്. നിർബന്ധമായി നോക്കാം തിയറിക്ക്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം വരുന്നുണ്ട്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റോ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ ചെറിയ പ്രോബ്ലം കൂടുതൽ ഡെറ്റിന്റെയാണ് കാണാറ്. പ്രോബ്ലം അതിന്റെ തിയറി നോക്കാം. ഓക്കെ, ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കി വെക്കുക. അതുപോലെ തന്നെ CAPM എന്താണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റല്, MCC മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റല്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റല്, ഇത് നോക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ്, റിസ്ക് ഫ്രീ റേറ്റ് എന്താണ്. ദെൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്. ദെൻ റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ക്യാപിറ്റലൈസേഷൻ എന്താണ്, ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്താണ്. ദെൻ നെക്സ്റ്റ്, ഈ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, ഹൗ ഡസ് ടാക്സേഷൻ എഫക്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഈസി ബേസിക് ആണ്. പിന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ലിവറേജ് എന്താണ്. 3 പഠിക്കുക. ഫിനാൻഷ്യൽ ലിവറേജ് പ്രോബ്ലം വരും, തിയറിയും വരും. ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, കമ്പൈൻഡ് ലിവറേജ് ഉണ്ട്. ഓക്കെ, നിർബന്ധമായി നോക്കണം. ദെൻ നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്യാപിറ്റൽ റേഷനിങ്. മിക്ക പേപ്പറിലും വരാറുള്ളൊരു ചോദ്യമാണ്. ക്യാപിറ്റൽ റേഷനിങ് എന്താണ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം മിക്ക പേപ്പറിലും വരുന്നതാണ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ നെക്സ്റ്റ്,
റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് എന്താണ്? ദെൻ സ്വെറ്റ് ഇക്വിറ്റി എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുള്ളതാണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്താണ്? ഡിവിഡൻഡ് റീടെൻഷൻ അല്ല, റീടെൻഷൻ റേഷ്യോ ഉണ്ട്. റീടെൻഷൻ റേഷ്യോ എന്താണ്? പിന്നെ ഡിവിഡൻഡിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കി വയ്ക്കണം. അതിലേതെങ്കിലും ഒരെണ്ണം എപ്പോഴും കാണുന്നതാണ്. ഏതൊക്കെ തരത്തിലുള്ള ഡിവിഡൻഡ് ആണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് അറിയാലോ. അതിലിപ്പോൾ ക്യാഷ് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്, ക്യാഷ് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി സ്റ്റോക്ക് ഡിവിഡൻഡ്, അങ്ങനെ അതിലേതെങ്കിലും ഒരെണ്ണം പ്രോപ്പർട്ടി ഡിവിഡൻഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ക്രെഡിറ്റ് പോളിസി എന്താണ്? ക്യാഷ് സൈക്കിൾ എന്താണ്? ഇതൊക്കെ റിപ്പീറ്റ് ആണ് കേട്ടോ. ദെൻ ഫിനാൻഷ്യൽ ബി പി എന്താണ്? ഫിനാൻഷ്യൽ ബി പി എന്താണ്? പിന്നെ നെക്സ്റ്റ് സെർട്ടനിറ്റി റിപ്പീറ്റ് അല്ല, സെർട്ടനിറ്റി ഈക്വലന്റ് methods of project evaluation, methods of repeat alla project evaluation repeat alla ട്ടോ, ബട്ട് ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്. then മറ്റൊരു സജഷൻ നൽകാനുള്ള. then NPV ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, NPVയോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് PI, പിന്നെ പേ ബാക്ക് പീരീഡ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി, അത് ചോദിക്കാം. അതുപോലെ തന്നെ ARR ഉണ്ട്, ചോദിക്കാം. അപ്പം അങ്ങനെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലെ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ മറ്റൊരു ചോദ്യത്തിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റിസീവബിൾസ്? ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ കുറച്ച് ഇൻഡയറക്റ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് 2-3 വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് അങ്ങനത്തെ കുറച്ച് ഇൻഡയറക്റ്റ് മോഡലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതിനായിട്ട് മുമ്പത്തെ പേപ്പറിലുള്ളതും കൂടി നമുക്ക് കാണാം. അതിൽ ആദ്യത്തെയാണ് സീറോ കൂപ്പൺ ബോണ്ട്സ് ഡു നോട്ട് carry any interest. Do you easy അല്ലേ? agree. അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല, എഗ്രി ചെയ്യുന്നുണ്ടോ? if yes, does it benefit the investor? Does it benefit the investor? ഓക്കെ, സീറോ കൂപ്പൺ ബോണ്ടിൽ നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലേ. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് മോഡിലുള്ള ഒരു ചോദ്യമാണ്, നോക്കി വയ്ക്കുക. ഇനി പിന്നെ മറ്റൊരു ചോദ്യം, ഹൗ ഡു യു കാൽക്കുലേറ്റ്? ഇതൊക്കെ ഇൻഡയറക്റ്റ്. ഹൗ ഡു യു കാൽക്കുലേറ്റ് ദ ക്യാഷ് ഇൻഫ്ലോ ഓഫ് എ project
if profit before depreciation and taxes are given. അത് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ട് ഞാൻ. ഇനീഷ്യൽ ഔട്ട്ലേ ഓഫ് എ പ്രോജക്റ്റ് എങ്ങനെയാണ്, എന്താണ് ഇനീഷ്യൽ ഔട്ട്ലേ ഓഫ് എ പ്രൊജക്റ്റ്, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ കണ്ടുവന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ പരമാവധി ചോദ്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയണു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പേപ്പറാണ് പലപ്പോഴും FM ഇപ്പോൾ ലാസ്റ്റ് 3 വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ്, വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ്, പിന്നെ ഫ്യൂച്ചർ വാല്യൂ പ്രസൻറ്റ് വാല്യൂ പ്രോബ്ലം, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, പിന്നെ CAPM, MCC, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റിസ്ക് ഫ്രീ റേറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ക്യാപിറ്റലൈസേഷൻ, ഓവർ അണ്ടർ ഫെയർ, പിന്നെ ഹൗ ഡസ് ടാക്സേഷൻ എഫക്ട് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ്, പിന്നെ ലിവറേജ് റിപ്പീറ്റ് ആണ് അതിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ തിയറി 3 നോക്കുക. ക്യാപിറ്റൽ റേഷനിങ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് നെറ്റ്, റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് എന്താണ്, സ്വെറ്റ് ഇക്വിറ്റി, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, റിട്ടൻഷൻ റേഷ്യോ, പിന്നെ പലതരത്തിലുള്ള ഡിവിഡൻഡ്, ക്യാഷ്, സ്റ്റോക്ക്, ക്രെഡിറ്റ് പോളിസി എന്താണ്, ക്യാഷ് സൈക്കിൾ, ഫിനാൻഷ്യൽ BP, സെർട്ടനിറ്റി, ഇക്വലന്റ് മെത്തേഡ്സ് ഓഫ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ, NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, പേ ബാക്ക് പീരീഡ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി, ARR, പിന്നെ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റിസീവബിൾസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള 2-3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. 15 എണ്ണം. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ പിന്നെ വരുന്നത് പിന്നെ ഇത് വരുന്നു, ഫൈനലി ഇത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.